Today's the day, so stand up and shout. GGO, you got to play to win. GGO, let the games begin. You and your team keep getting better. You're good alone, but better together. GGO, you got to play to win. GGO. Football. വിയന്നയിലെ മ്യൂസിക് പഠിക്കാൻ ഷോണിന്റെ അച്ഛനും അമ്മയും അവനെ കൊണ്ടുപോകാൻ വന്നു. ടീം ബെയർഫുട്ടും ടീം വുൾഫ് ആർമിയും തമ്മിലുള്ള മാച്ച് അവന്റെ അവസാനത്തെ മാച്ച് ആയിരിക്കും. കാറ്റ് ഷോണിന്റെ അമ്മയോട് അവനെ കൊണ്ടുപോകാതിരിക്കാൻ സംസാരിക്കാൻ ശ്രമിച്ചു. ടീം ബെയർഫുട്ടിന്റെ പ്ലേയേഴ്സ് അവരുടെ ബലം കൂട്ടാൻ ഒരുപാട് ശ്രമിച്ചു. ഗോൾ രക്ഷിക്കാൻ ഷോൺ ഷാഡോനെ കൊണ്ട് പുതിയൊരു മെഷീനിൽ ട്രെയിൻ ചെയ്യാൻ ശ്രമിച്ചു. ഇത് പ്രയോജനപ്പെടുമോന്ന് അറിയില്ല, കാരണം ടീം വുൾഫ് ആർമിയുടെ ബലം ടീം ബെയർഫുട്ടിനേക്കാളും 2 മടങ്ങ് അധികമാണ്. അവർ തമ്മിൽ നടക്കാൻ പോകുന്ന മാച്ചിന്റെ ദിവസമാണ് എല്ലാവരും പ്രതീക്ഷിച്ചിരിക്കുന്നത്. ഒരു ബുള്ളറ്റ് പോലെയാണ് ഇത് ഗോൾ പോസ്റ്റിന് അടുത്തേക്ക് പോകുന്നത്. ഇത് ഇത്ര വേഗം വരും ആരും തന്നെ വിചാരിച്ചില്ല. കമോൺ ഷാഡോ, നിനക്കിത് സേവ് ചെയ്യാൻ പറ്റും. ഗോൾ കീപ്പർ അത് പിടിച്ചിരിക്കുന്നു. പക്ഷെ അവരെ കൊണ്ട് അത് കയ്യിൽ നിന്ന് വിടാതിരിക്കാൻ പറ്റുമോ? കയ്യിൽ നിന്ന് വിടല്ലേ. ഈ ഷോട്ട് ഇത്രയും സ്പീഡിൽ പോയിട്ടും അവൻ ആ ഗോള് തടയാൻ കഴിഞ്ഞല്ലോ. ആ ഗോൾ കീപ്പർ കൊള്ളാം, പക്ഷെ ഈ ഷോട്ട് കാരണം അവന്റെ മാഗ്നറ്റിക് കോർ മെമ്മറി ശരിക്കും തകർന്നിട്ടുണ്ട്. കണ്ടില്ലേ, ഞാൻ പറഞ്ഞതുപോലെ തന്നെ സ്നൈപ്പർ സ്ട്രൈക്ക് തീർച്ചയായിട്ടും അവരുടെ ഫസ്റ്റ് ഷോട്ടായിരുന്നു. നമ്മുടെ പ്രാക്ടീസ് നമ്മളെ സഹായിച്ചില്ലേ? നിങ്ങളുടെ ഓർഡർ റെഡിയായി കഴിഞ്ഞു. ഇപ്പൊ ബേക്ക് ചെയ്തതേ ഉള്ളൂ. കാറ്റ്, ബ്രെഡ് റെഡിയായി കഴിഞ്ഞു, ഒന്ന് വാ. ടീം വുൾഫ് ആർമിയുടെതിരെ ഷാഡോ നല്ലൊരു വിജയമാണ് നേടിയത്. പക്ഷേ ടീം ബെയർഫുട്ട് ഇതുവരെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടില്ല. അവരുടെ കൺട്രോളറായ ഐസക്കിന് തീരെ സുഖമില്ലെന്ന് തോന്നുന്നു. സാധാരണ കാണുന്ന ചിരിയും കളിയും ഒന്നുമില്ല. ഇന്ന് ആരോട് സംസാരിച്ചിട്ടുമില്ല. മിത്ത്, സ്റ്റേ ലെവൽ വിത്ത് സാറ്റലൈറ്റ്. മനസ്സിലായി. ടീം വുൾഫ് ആർമിയുടെ എനർജി ലെവൽ വളരെ വളരെ ഹൈ ആണ്. മിത്ത്, നോക്കി കളിക്ക. നിങ്ങൾ കണ്ടില്ലേ ഇത്? ടീം വുൾഫ് ആർമിയുടെ ഗോൾ കീപ്പർ നേരെ മുമ്പിലോട്ട് വന്ന് ബാൾ അവരുടെ കയ്യിൽ നിന്ന് തട്ടിയെടുത്തിരിക്കുന്നു. ഇനി കൗണ്ടർ അറ്റാക്ക് ചെയ്യാനാണ് അവസരം. അവർ മിഡ്ഫീൽഡിൽ നിന്ന് മാറി നേരെ മുമ്പിലോട്ടാണ് പോകുന്നത്. ഇനി അവരാണ് അറ്റാക്ക് ചെയ്യാൻ പോകുന്നത്. ടീം ബെയർഫുട്ടിന് അത് ഡിഫെൻഡ് ചെയ്യാൻ കഴിയുമോ? ടീം ബെയർഫുട്ട് അവർക്കൊരു വമ്പിച്ച ഓപ്പണിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. ലൈൻ ഓഫ് ഡിഫൻസിൽ ഗോൾ കീപ്പർ ഉൾപ്പെടെ 2 പ്ലേയേഴ്സ് മാത്രമേ ഉള്ളൂ. ഷാഡോ, നിന്റെ മാഗ്നറ്റിക് കോർ മെമ്മറി ഡാമേജ് ആയെന്ന് എന്നോട് പറയല്ലേ. അത് പാടില്ല. എന്തു പറ്റി? ഷാഡോയ്ക്ക് പരിക്കേറ്റോ? എന്താ? യെസ്, ഓഫ് കോഴ്സ്, എനിക്ക് മനസ്സിലായി. അവർ ആദ്യത്തെ ഷോട്ട് തന്നെ സ്നൈപ്പർ സ്ട്രൈക്ക് ഉപയോഗിക്കുന്നതിന് കാരണം ഓപ്പോണന്റിന്റെ ഗോൾ കീപ്പറിന്റെ മെമ്മറി കോർ നശിപ്പിക്കാനാണ്. ഓ നോ ഷാഡോ, എനിക്ക് അസസ്മെന്റ് റിപ്പോർട്ട് ഇപ്പൊ തന്നെ വേണം. ഒരു സ്നൈപ്പർ സ്ട്രൈക്കും കൂടി നിനക്ക് സേവ് ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ സ്ട്രൈക്കിനെ പോലെ ശക്തി കൂടിയതാണെങ്കിൽ എന്നെ കൊണ്ട് സഹിക്കാൻ പറ്റില്ല. ഷോൺ, നമ്മളിനിപ്പോ എന്താ ചെയ്യാ? ചിലപ്പോ സംഭവിക്കില്ലായിരിക്കും. കഴിഞ്ഞ സ്ട്രൈക്ക് പോലെ പവർഫുൾ ആയിട്ട് അവർക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ? അവർക്കത് തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും. നമ്മളെക്കാളും എനർജി ലെവൽ കൂടുതലാ. വെയിറ്റ് എ മിനിറ്റ് സ്വിഫ്റ്റ്, നീ കണ്ടില്ലേ ഷാഡോയുടെ മെമ്മറി കോർ ഡാമേജ് ആയിരിക്കുകയാണ്. ഒരു സ്നൈപ്പർ സ്ട്രൈക്കും കൂടി അവന് സേവ് ചെയ്യാൻ പറ്റില്ല. നീയാണ് നമ്മുടെ ഫാസ്റ്റസ്റ്റ് പ്ലെയർ, അതുകൊണ്ട് അവര് ഷൂട്ട് ചെയ്യുമ്പോൾ നീ ഷാഡോയുടെ മുമ്പിൽ നിൽക്കണം.
മിത്ത് തക്ക സമയത്താണ് ഗെയിമിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രിനിറ്റിയും കാനനും ഫേസ് ചെയ്യാൻ ഇവിടെ സ്വിഫ്റ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ സ്വിഫ്റ്റ്, ഞാൻ പറഞ്ഞ പോലെ ചെയ്യ്. ബോൾ പാസ് ചെയ്യ്. ട്രിനിറ്റി ബോളിനെ കാനന്റെ അടുത്തേക്ക് പാസ് ചെയ്ത് വിട്ടിരിക്കുന്നു. ഇയാളെ ഇനി തടയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. 206 ഡിഗ്രി വെസ്റ്റിലാണ് ബ്ലോക്ക് ചെയ്യേണ്ടത്. നൗ സ്വിഫ്റ്റ്, ഇപ്പൊ സമയമായി. വളരെ ഭംഗിയായിട്ടാണ് കളിച്ചിരിക്കുന്നത്. സ്നൈപ്പർ ഷോട്ടിന്റെ ഫുൾ ഫോഴ്സിൽ വരുന്ന ബോള് സ്വിഫ്റ്റ് അവിടുന്ന് കാലുകൊണ്ട് തട്ടിമാറ്റി. ഇനി ഷാഡോയിൽ ഈ ബോളിനെ നിർത്താൻ കഴിയുമോ? ഒരു ഗോളാണ് ഗോൾ കീപ്പർ ഷാഡോ രക്ഷിച്ചിരിക്കുന്നത്. വളരെ ഭംഗിയായിട്ടാണ് രക്ഷിച്ചിരിക്കുന്നത് ഈ ഗോൾ. നന്നായിരുന്നു. നല്ല ഫോഴ്സോടെ വന്ന ബോൾ ഷിഫ്റ്റ് അവന്റെ കാലുകൊണ്ട് കൺട്രോൾ ചെയ്തപ്പോ അതിശയം തോന്നി. ഞാൻ ഷാഡോയുടെ കൂടെ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ ഒരു റൈഫിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ഫിസിക്കൽ പ്രോപ്പർട്ടീസ് ഞാൻ ചെക്ക് ചെയ്തിരുന്നു. അതായത് അതിന്റെ സ്പീഡ് ചേഞ്ച് ചെയ്യുന്നതിനെ കുറിച്ച് നമ്മൾ എപ്പോഴും കരുതിയിരിക്കണം. ബുള്ളറ്റ് ആദ്യം സ്റ്റേഷനറി ആയിട്ടിരിക്കുന്നു, പിന്നീട് സ്പീഡ് ഇൻക്രീസ് ആയിക്കൊണ്ട് തന്നെ ഇരിക്കുന്നു, മാക്സിമം ആകുന്നു. കാനൻ സ്നൈപ്പർ സ്ട്രൈക്കും അതുപോലെ തന്നെയാണ്. എനിക്ക് മനസ്സിലായി. ബോള് കാനൻ ഫയർ ചെയ്തതിനു ശേഷം സ്വിഫ്റ്റ് അതിനെ പിടിക്കാൻ നോക്കി. ബോൾ സ്റ്റേഷനറിയിൽ നിന്ന് ആക്സിലേറ്റർ മോഡിലേക്ക് പോവുകയായിരുന്നു. അതുകൊണ്ട് അത് സ്പീഡ് പിക്കപ്പ് ചെയ്തില്ല. ആ കാരണം കൊണ്ട് സ്വിഫ്റ്റിന് ബോൾ തടയാൻ പറ്റിയതല്ലേ? എക്സാക്ട്ലി. അവൻ ഫ്രിക്ഷൻ ഉപയോഗിച്ച് അതിന്റെ സ്പീഡ് കുറച്ചു. അപ്പോൾ ഷാഡോയ്ക്ക് അത് സേവ് ചെയ്യാൻ പറ്റും. സോറി ഗൈസ്, നിങ്ങൾ ഇത് ഏത് ഭാഷ സംസാരിക്കുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എനിക്ക് പറഞ്ഞോരോ സമയമല്ലോ, ഫിസിക്സ് ബുക്ക് തുറന്ന് നോക്കാം. അല്ല സ്വിഫ്റ്റ്, നീ ഓക്കെ അല്ലേ ഇപ്പോൾ? കുഴപ്പമൊന്നുമില്ല. ഞാൻ ഈ കുട്ടികളെ ശരിക്കും അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്തു. അവര് സ്നൈപ്പർ സ്ട്രൈക്ക് 2 തവണ തടഞ്ഞു. നമ്മൾ വിചാരിക്കുന്ന പോലെ എളുപ്പത്തിൽ കാര്യം നടക്കില്ല. പെട്ടെന്ന് ഫോർമേഷൻ മാറ്റ്. ടീം ബെയർഫുട്ട് വളരെ ഭംഗിയായിട്ടാണ് ഡിഫെൻഡ് ചെയ്യുന്നത്. ഇതുവരെ എതിർ ടീമിന്റെ സ്നൈപ്പർ സ്ട്രൈക്ക് 2 പ്രാവശ്യമാണ് അവർ ഡിഫെൻഡ് ചെയ്യുന്നത്. ഒരു കുഴപ്പം പോലും ഉണ്ടായില്ല. ഓഡിയൻസിനെ വളരെയധികം സർപ്രൈസ് ചെയ്തിട്ടുണ്ട്. ഇനി എന്തൊക്കെ ടാലന്റ് ഉണ്ടെന്ന് നമുക്ക് കാണാം. ഷാഡോ, ഇനി വലിയ ഷോട്ട്സ് ഒന്നും നിനക്ക് സേവ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്ത് തന്നെ ഇരിക്കേണ്ടതുണ്ട്. ഇപ്പോൾ അറ്റാക്ക് ചെയ്യണ്ട, മനസ്സിലായോ? സ്വിഫ്റ്റ് ഒരു ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്ത് ഷാഡോനെ പ്രൊട്ടക്ട് ചെയ്യണം. നീ ഗോളിയുടെ അടുത്ത് തന്നെ നിൽക്കണം. മിത്ത്, ഞാൻ പറയുന്ന പോലെ ചെയ്യ്. ബോൾ കൺട്രോൾ ചെയ്ത് തന്നെ വെക്ക്. അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, മനസ്സിലായോ? മനസ്സിലായി. അവരുടെ ലൈൻ ഓഫ് ഡിഫൻസ് വളരെ ടൈറ്റ് ആണ്. അവര് വിജയിക്കുമോ എന്ന കാര്യത്തിൽ അവർക്ക് അത്ര കോൺഫിഡൻസ് ഒന്നും ഇല്ല. അവര് ബോൾ മാത്രമാണ് ഹാൻഡിൽ ചെയ്യുന്നത്. കമോൺ ഐസാക്, നീ ഇപ്പൊ വന്നേ പറ്റൂ. നീ ഇല്ലാതെ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റില്ല. മിസൈൽ അറ്റാക്ക്. മിസൈലിന്റെ കയ്യിലാണ് ബോൾ ഉള്ളത്. ഇപ്പോ ഇതൊരു വുൾഫ് ആർമി അറ്റാക്ക് ആയിരിക്കുമോ? ട്രിനിറ്റി, ന്യൂ ഫോർമേഷൻ സ്റ്റാർട്ട് ചെയ്യ്. ടെറിട്ടറി വോട്ടിക്സ് വേണം ഉപയോഗിക്കാൻ. കണ്ടില്ലേ, അവരിപ്പോൾ പുതിയ ഫോർമേഷൻ ഉപയോഗിക്കുകയാണ്. എല്ലാരും കെയർഫുൾ ആയിട്ടിരിക്കണം. ഇത് ഡേഞ്ചറസ് ആയിരിക്കും. അതൊന്നും ശ്രദ്ധിക്കണ്ട. നമ്മൾ ചെയ്യേണ്ട കാര്യം മാത്രം ശ്രദ്ധിക്ക്. അവരെല്ലാവരും ചാർജ് ചെയ്ത് വരുവാണ്. നമ്മളുടെ ഡിഫൻസീവ് ലൈൻ പുറകോട്ട് കൊണ്ടുപോകാനാണ് അവർ നോക്കുന്നത്. ഏറ്റവും ഫാസ്റ്റ് ആയിട്ടാണ് അവർ പാസ് ചെയ്യുന്നത്. അതുകൊണ്ട് ബോളും നമുക്ക് എടുക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒരു മാർഗം ആലോചിച്ചേ പറ്റൂ. ഇതെന്ത് കളി അവര് കളിക്കുന്നത്? ഈ പുതിയ ഫോർമേഷൻ കാരണം നമ്മുടെ കൂടുതൽ സോണാണ് ഇപ്പൊ അവരുടെ കയ്യിലുള്ളത്. ഫീൽഡിന്റെ മുക്കാഭാഗം അവരുടെ അടുത്ത്. ഇതിന് കൂടുതൽ നമ്മളുടെ ടെറിട്ടറി അവരെടുത്തു കഴിഞ്ഞാ ഏരിയ ശരിക്കും എക്സ്പാൻഡ് ചെയ്യ്. അവരുടെ ഏരിയയുടെ കാൽഭാഗമെങ്കിലും നമ്മുടെ ടെറിട്ടറിയിലാക്കുക. വളരെ പെട്ടെന്നാണ് അവരുടെ ഫോർമേഷൻ വലുതാക്കുന്നത്. പട്ടാളത്തിന്റെ ഒരു ടീം യുദ്ധത്തിന് പോകുന്ന പോലുണ്ട്. ടീം ബെയർഫുട്ട് ഇപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നത്? സാറ്റലൈറ്റ് ഫോൺ എടുക്കാൻ നോക്ക്. മിണ്ടാതിരിക്കടാ. ബോളിന്റെ സ്പീഡ് കൂട്ടി പാസ് ചെയ്യാൻ നോക്ക്. No satellites! ആ പാസസ് ഒക്കെ എന്തുമാത്രം സ്ട്രോങ്. അവരെങ്ങനെ ഇത് ഹാൻഡിൽ ചെയ്യുന്നത്? എന്താ ടിമ്മിയത്? അവര് സ്പെഷ്യൽ പാഡ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഹെവി ഇമ്പാക്ട് അവർക്ക് ടോളറേറ്റ് ചെയ്യാൻ കഴിയും. ഇത്ര ബുദ്ധിമുട്ടുള്ള പാസ് എന്തിനാ അവർ കളിക്കുന്നത്? അവരുടെ ഈ ഫോർമേഷന് എവിടെ വേണമെങ്കിലും പെനട്രേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട്. ഇത് ബുള്ളറ്റ് പോലെയാണ്.
ഞങ്ങൾ അവരുടെ ബോർഡ് ഉണ്ടാക്കുന്നത് മിലിറ്ററി ഗ്രേഡ് അലുമിനിയം ഉപയോഗിച്ചിട്ടാണ്. അവർക്ക് എതിരെ വരുന്ന ഏതൊരു ഷോട്ടും അവർക്ക് തടയാൻ കഴിയും. ഇനി അവർക്കെതിരെ എന്തു വന്നാലും ഈ ഫോർട്രസിന് അതൊക്കെ താങ്ങാൻ കഴിയും. നോർമൻഡി ഫോർമേഷൻ ലോഞ്ച് ചെയ്യൂ. ഈ നോർമൻഡി എന്ന് വെച്ച അർത്ഥം എന്താ? 1944-ൽ നോർമൻഡിയിൽ ഫ്രാൻസിനെ അറ്റാക്ക് ചെയ്തതിനെ കുറിച്ചായിരിക്കും അവര് പറയുന്നത്. തൗസൻഡ്സ് ഓഫ് സോൾജേഴ്സ് മരിച്ചു വീണ ഒരു അറ്റാക്ക് ആയിരുന്നു അത്. ആർക്കും രക്ഷപ്പെടാനാവാത്ത വിധമായിരുന്നു അവർ ആ അറ്റാക്ക് ഡിവൈസ് ചെയ്തിരുന്നത്. അവരെങ്ങനെ അവരുടെ കൊച്ചു കൊച്ചു ടീമുകളെ ഒന്നിച്ചാക്കി ഈ ടെറിട്ടറി എക്സ്പാൻഡ് ചെയ്തു. അവരെല്ലാവരും ഒരുമിച്ച് തന്നെ ഫ്രാൻസിൽ നിന്നും ജർമ്മനിയിലേക്ക് കടന്നു കയറി. അവരെ തടയാൻ ആർക്കും കഴിഞ്ഞില്ലെന്നുള്ളതാണ് സത്യം. ഒരവസരം അവർക്ക് കിട്ടിയപ്പോൾ അവര് ഫുൾ സ്ട്രെങ്തിലാണ് അറ്റാക്ക് ചെയ്തത്. വുൾഫ് ആർമി സ്ട്രൈക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെയുണ്ട്. ഇപ്പൊ ആരാണ് ഷൂട്ട് ചെയ്യാൻ പോകുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് എല്ലാവരെയും തന്നെ നോക്കിയിരിക്കണം. എതിർഭാഗത്തെ കളിക്കാരുടെ വീക്ക്നെസ് അറിഞ്ഞിട്ടാണ് ഞങ്ങൾ എല്ലാ ഫോർമേഷനും ഉണ്ടാക്കുന്നത്. എന്റെ നിരീക്ഷണം ശരിയായിരുന്നു. 20 ഡിഗ്രീസ് നോർത്ത് വെസ്റ്റ് വേണം അടിക്കാൻ. സ്വിഫ്റ്റിന് അവിടെ വരെ എത്താനാവില്ല. ഷാഡോയുടെ നേർക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. അവരൊരു ഗോൾ അടിച്ചിരിക്കുന്നു. നോർമൻഡി ഫോർമേഷൻ വുൾഫ് ആർമിക്ക് അതൊരു പ്രത്യേക ഫോർമേഷൻ ആയിരുന്നു. കളി കൊള്ളാം. താങ്ക് യു സർ. യെസ് സർ, താങ്ക് യു സർ. ഇത് മോശമായി പോയി. കൊള്ളാം, ഈ ഗെയിം ശരിക്കും ഒരു യുദ്ധം പോലെ തന്നെയാ. അത് അവര് ശരിക്കും സോൾജേഴ്സിനെ പോലെ കളിക്കുന്നത്. ഈ മാച്ചിൽ നമ്മളുടെ കഥ തീരും. അല്ല ഷോൺ, ഈ മാച്ചിന് വേണ്ടി നീ ആർട്ട് ഓഫ് വാർ വായിച്ചതല്ലേ? ആ പുസ്തകത്തിലെ ഏതെങ്കിലും ഒരു പേജിൽ ഇതുപോലൊരു ഫോർമേഷന് വേണ്ടി ടാക്ലേനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, നോർമൻഡി എന്ന് പറഞ്ഞ ഇൻവേഷൻ എടുത്തിട്ടാണ് അവര് ഫുട്ബോൾ ഫോർമേഷൻ ഉണ്ടാക്കിയത്. ഇതിൽ നിന്നും നമുക്ക് പല കാര്യങ്ങളും പഠിക്കാൻ കഴിയും. പക്ഷെ ഇനി മുമ്പോട്ട് പോകുന്നതിന് മുമ്പേ ഒരാളോട് എനിക്ക് സഹായം ചോദിക്കേണ്ടതുണ്ട്. സഹായോ? ആരുടെ അടുത്ത്? ആർട്ട് ഓഫ് വാർ എന്ന ബുക്കിൽ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർത്തഡോക്സ് രീതികളല്ല അൺഓർത്തഡോക്സ് രീതികളാണ് ഉപയോഗിക്കേണ്ടതെന്ന്. അതായത് ഒരു യുദ്ധം ജയിക്കാൻ അൺഓർത്തഡോക്സ് ആയ രീതികൾ ഉപയോഗിക്കാം എന്നാണ് അതിനർത്ഥം. എവറിത്തിങ് ഇസ് ഫെയർ ഇൻ വാർ എന്ന് കേട്ടിട്ടില്ലേ നിങ്ങൾ? അത് നമ്മളിവിടെ ഓർക്കണം. നീ എന്ത് കുന്തായി പറയുന്നത്? ഞാൻ നമ്മുടെ ടീം ബെയർഫുട്ടിനെ കുറിച്ചാണ് പറയുന്നത്. എന്ത്? ഈ പുസ്തകം എഴുതിയ ആൾക്ക് നമ്മുടെ ടീമിനെ കുറിച്ച് അറിയാവോ? വാവ്, ദാറ്റ്സ് അമേസിംഗ്. ഇല്ല അയാള് പറഞ്ഞത് ജനറൽ ആയിട്ടാണ്. അതായത് ഒരു ആർമിയിൽ ഓർത്തഡോക്സ് ഫോർമേഷൻ ആണെങ്കിലും അൺഓർത്തഡോക്സ് ഉള്ള സ്ട്രാറ്റജി ഉണ്ടെങ്കിൽ അവർക്ക് ജയിക്കാൻ കഴിയും. ഞാനും ഐസക്കും അങ്ങനെയാണ് വളർന്നു വന്നത്. ഞാൻ ഓർത്തഡോക്സ് ആയിട്ടുള്ള ഫോർമേഷൻ ഉണ്ടാക്കിയാൽ ഐസക് അൺഓർത്തഡോക്സ് ആയിട്ടുള്ള സ്ട്രാറ്റജീസ് ഉണ്ടാക്കും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഐസക്കിന്റെ അൺഓർത്തഡോക്സ് ഐഡിയാസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് എഴുന്നേക്ക്. എന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. എന്റെ തല വെട്ടി പൊളിയുന്നു. നീ പറയുന്നത് നുണയാണ്. നിനക്ക് ഹെഡേക്ക് ഒന്നുമില്ല. ഇത് നിന്റെ പേടി മാത്രമാണ്. ഷോൺ, ഞാൻ നിനക്ക് വേണ്ടി ഒരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട്, നോക്ക്. ഇതെനിക്കുള്ളതാണോ? എന്താണിത്? ഷോൺ, നിനക്കൊരു പ്രസന്റ് തരാൻ ഞാൻ കുറെ നാളായിട്ട് ആലോചിക്കുകയായിരുന്നു. അപ്പൊ നിന്റെ അമ്മ പറഞ്ഞു നിനക്ക് ബ്രെഡ് പുഡിംഗ് വളരെ ഇഷ്ടമാണെന്ന്. അതുകൊണ്ട് ഞാൻ എന്റെ ആന്റിയുടെ അടുത്ത് നിന്ന് പഠിച്ചു ഞാൻ ഇപ്പൊ ഉണ്ടാക്കി കൊണ്ടുവന്നതാ ഇത്. അല്ല, നീ പറഞ്ഞതിന്റെ ഉദ്ദേശം മനസ്സിലായില്ല കാറ്റ്. അവന് മാത്രമാണെങ്കിൽ അപ്പൊ ഞങ്ങൾക്കൊന്നും ഉണ്ടാക്കിയില്ലേ? ആ ഗെയിമിന്റെ പകുതിയോളായിട്ട് നിങ്ങളൊന്നും അറിഞ്ഞില്ലേ? ഷോൺ ഇവിടെ നിന്ന് പോവാ. എന്താ ഈ പറയുന്നത്? എന്താ ഇവിടെ നടക്കുന്നത് ഷോൺ? അത് ഷോൺ തടി കുറയ്ക്കാനായിട്ട് ഡയറ്റ് ചെയ്യാൻ പോവാ. ഷോൺ വെറുതെ ആവശ്യമില്ലാതെ ഡയറ്റിനെ കുറിച്ചൊക്കെ ചിന്തിക്കുന്നത്. അത് ചെയ്തത് നീ തടിയത്. 1 കിലോഗ്രാമിൽ എത്ര പൗണ്ടാ ഉള്ളത്? നിന്നെ പറ്റി ആലോചിക്കുന്നത് ഞാൻ മാത്രമല്ല. നീ ശരിക്കൊന്ന് മുകളിലോട്ട് നോക്കിക്കേ. അച്ഛൻ, അമ്മ, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാൻ തോക്കാൻ പോകുന്ന കളിയാണല്ലോ അവര് കാണാൻ വന്നിരിക്കുന്നത്. 4 വർഷം മുമ്പേ ഞാൻ ജിജിഒ ഫുട്ബോളിനെ കുറിച്ച് പഠിച്ചപ്പോൾ
ഷോൺ, നീ ഒരുപാട് ബ്രേക്ക് എടുത്തല്ലോ മോനെ. എനിക്കറിയാം അച്ഛാ, ഞാൻ ചെറുതായിട്ടൊന്ന് ഡിസ്ട്രാക്റ്റഡ് ആയിപ്പോയി. 3 മിനിറ്റേ ഞാൻ എടുത്തുള്ളൂ. എന്നിട്ട് ആ 3 മിനിറ്റിൽ നീ എന്താ ചെയ്തേ? ഇതെന്താ പുതിയൊരു സാധനം? അച്ഛന് അറിയാമോ, ഇതൊരു ജിജിഒ ഫുട്ബോൾ കേസ്. നിനക്ക് ഈ ഗെയിം വളരെ ഇഷ്ടപ്പെട്ടു തോന്നുന്നു. എന്റെ അമ്മയ്ക്ക് ഞാൻ സ്പോർട്സ് കളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഫുട്ബോളിൽ ഉപയോഗിക്കുന്ന സ്ട്രാറ്റജീസും ഫോർമേഷൻസും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു അച്ഛാ. ചെസ്സിനേക്കാളും വളരെ നല്ലതാണ്. എനിക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നിനക്കിത് എത്ര ഇഷ്ടമാണെന്ന് നിനക്ക് പ്രൂവ് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? എന്താ ഇത്? എന്നാ നിനക്ക് അത്രയ്ക്ക് ഇഷ്ടമാണെങ്കിൽ നീ പോയി കളിച്ചോ മോനെ, ഒരു കുഴപ്പമില്ല. ഓ വാവ്, ഇത് നന്നായിട്ടുണ്ടല്ലോ. ഇതെല്ലാം നിനക്ക് വേണ്ടി മാത്രമാണ്. നിനക്ക് ജിജിഒ ഫുട്ബോൾ കൂടുതൽ ഇഷ്ടമായതുകൊണ്ട് അതിന്റെ എക്സ്പെർട്ടിനെ വിളിച്ച് ഇവിടെ ഒരു വാർ റൂം ഉണ്ടാക്കി. മാർക്കറ്റിലെ ക്വാളിറ്റി കൂടിയ സാധനങ്ങളാണ് ഈ ഇരിക്കുന്നതൊക്കെ. എല്ലാ മാസവും എക്സ്പേർട്സ് വന്ന് ഇതെല്ലാം അപ്ഗ്രേഡ് ചെയ്യും. വളരെ നന്ദി അച്ഛാ. പക്ഷെ നീ ഒരു കാര്യം ഓർക്കണം, നീ ഈ കുടുംബത്തിലെ ഒരാളായതുകൊണ്ട് നീ ചെയ്യുന്നതെല്ലാം കുടുംബത്തിനെ ബാധിക്കരുത്. നീ ചെയ്യുന്നതെല്ലാം നന്നായി തീരണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിനക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ നീ ഒരിക്കലും ചെയ്യരുത്, മനസ്സിലായോ? എനിക്ക് മനസ്സിലായി അച്ഛാ. നീ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ഞാനൊന്ന് കാണട്ടെ. ജിജിഒ ഫുട്ബോൾ നിന്റെ ഒരു ഹോബി മാത്രമായിരിക്കണം. ശരിക്കുള്ള നിന്റെ ഗോൾ മ്യൂസിക്കിൽ PhD എടുത്ത് ലോക പ്രശസ്തനായ ഒരു പിയാനിസ്റ്റ് ആയിട്ട് മാറണം. നീ മനസ്സിലായോ? ആദ്യം എന്റെ പഠിത്തം, പിന്നെ പിയാനോ, അത് കഴിഞ്ഞ് മാത്രമേ ജിജിഒ ഫുട്ബോൾ വരുള്ളൂ. പിന്നെ ഒരു കാര്യം, നീ ഏതൊരു കാര്യം ചെയ്താലും അതിൽ നീ തന്നെയായിരിക്കണം ബെസ്റ്റ്. തീർച്ചയായും. തുടങ്ങിയിട്ട് ഹാഫ് ടൈം കഴിഞ്ഞിരിക്കുന്നു. വുൾഫ് ആർമി ബെയർഫുട്ടിനെതിരെ ഒരു ഗോളിന് ലീഡ് ചെയ്യുന്നു. ഫീൽഡ് എക്സ്പാൻഡ് ചെയ്യുക. അവരുടെ ഭാഗത്ത് ഒരാളെങ്കിലും പുറത്തു പോട്ടെ. വുൾഫ് ആർമി ഒരിക്കൽ കൂടി വരുന്നുണ്ട്. ഈ ടീം തോൽവി സമ്മതിക്കില്ലേ? ഇനി നമുക്കൊന്നും നോക്കാനില്ല. തീർച്ചയായിട്ടും റിസ്ക് എടുക്കേണ്ടതുണ്ട്. എന്ത് റിസ്ക് ആണ് അവർ എടുക്കേണ്ടത്? ഫസ്റ്റ് ഹാഫ് മുഴുവനും നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ എന്ത് ഫോർമേഷൻ ഉപയോഗിച്ചാലും കാനൻ ആണ് അത് ഷോട്ട് എടുത്തത്. അതുകൊണ്ട് നമ്മൾ സ്വിഫ്റ്റിനോട് പറയാൻ പോവാണ്, കാനനെ എപ്പോഴും നോക്കി നിൽക്കണം. അവൻ ഷോട്ട് എടുക്കുന്നുണ്ടെങ്കിൽ അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ ശ്രമിക്കണമെന്ന്. എന്നാൽ അവന്റെ ഷൂട്ടിംഗ് ആംഗിൾ തെറ്റിപ്പോകും. ഇപ്പൊ മനസ്സിലായി. എന്തൊക്കെയായാലും ഈ മാച്ച് ജയിക്കാൻ നിങ്ങൾ എല്ലാരും ഷോണിനെ സഹായിക്കണം. കമോൺ, നീ എങ്ങനെ അങ്ങനെ പറഞ്ഞത്? ഇത് ഞങ്ങളുടെ കൂടെ മാച്ച് അല്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ല ടിമ്മി. ഷോൺ തീർച്ചയായിട്ടും ഈ മത്സരം ജയിച്ചിരിക്കണം. നീ ഒന്ന് മിണ്ടാതിരിക്കോ കാറ്റ്. കണ്ടിട്ട് വുൾഫ് ആർമി ഒരിക്കൽ കൂടി സ്ട്രൈക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. ടീം ബെയർഫുട്ട് കാനനെ ശരിക്കും ബ്ലോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട്. വീണ്ടും അവർക്ക് ഒരു സ്നൈപ്പർ സ്ട്രൈക്ക് ഉപയോഗിക്കാൻ പറ്റുമോ? ട്രിനിറ്റി, യുദ്ധത്തിന് ഒരുങ്ങിക്കോ. മനസ്സിലായി സാർ. 304 ഡിഗ്രി നോർത്ത് ബൈ നോർത്ത് വെസ്റ്റ്. വേറെ ഒരു ഷോട്ടുമായിട്ട് കാനൺ ദേ വരുന്നുണ്ട്. നമ്മളെ തടയാൻ കഴിയില്ല. എല്ലാവരും കണ്ടില്ലേ? ഇതാണ് ടോർപിഡോ. ടോർപിഡോ ബോൾ കൊണ്ട് മുന്നോട്ടേക്ക് പോകുന്നു. ഇത് കാനണ് പാസ് ചെയ്ത് അറ്റാക്ക് ചെയ്യും. ഇല്ല, നിങ്ങൾ സ്കോർ ചെയ്യരുത്. ഇത് ഷോണിന്റെ അവസാനത്തെ മാച്ചാണ്. ഷോൺ തോൽക്കുന്നത് എനിക്ക് കാണാനാവില്ല. അവന്റെ അവസാനത്തെ മാച്ചാണെന്നോ? എന്താ? അല്ല, അത് പറ്റില്ല. ഇതാണ് ടോർപിഡോ സ്ട്രൈക്ക്. ടോർപിഡോ ഷോട്ട് വളരെ ഡിഫറന്റ് ആണ്. ഹൈ സ്പീഡ് ഷോട്ട് ആണ്. ഇതിനെ ആർക്കെങ്കിലും തടയാൻ കഴിയുമോ? ഈ ഷോട്ട് നേരെ ഗോൾ പോസ്റ്റിന് അടുത്തേക്കാണ് പോയത്. ഒരു സബ്മറീനകത്ത് ടോർപിഡോ പോകുന്ന സ്പീഡാണ് ഇതിനുള്ളത്. ഫസ്റ്റ്
ഹാഫ് കഴിഞ്ഞതിന്റെ വിസിലാണ് ഇപ്പൊ കേട്ടത് നമ്മൾ. സ്കോർ 2-0 ആണ്. ടീം ബെയർഫുട്ടിന്റെ പെർഫോമൻസ് കണ്ട വുൾഫ് ആർമിക്ക് 2 പ്ലേയേഴ്സ് മതി ഗെയിം തീർക്കാൻ. ഈ ഗെയിം ഇനി അവരെങ്ങനെയാ കളിക്കുന്നത് നമുക്ക് കാണാം. നീ എന്താ പറഞ്ഞ? പോണെന്നാണോ പറഞ്ഞ? മാച്ചിന്റെ സെക്കൻഡ് ഹാഫിൽ എല്ലാവരും 4 ഭാഗത്തുനിന്ന് ചേർന്ന് അവരെ അറ്റാക്ക് ചെയ്യണം. അവരെ തകർത്ത് പുറത്താക്കണം.